ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജോലി, ബിസിനസ് എന്നീ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത്ര പുരോഗതി ലഭിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് വാട്ട് ഈസ് ഐ ആം ഡൂയിങ് റോങ്, എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലോ സാമ്പത്തിക കാര്യങ്ങളിലോ പറ്റുന്നത് എന്താണെന്ന് നോക്കാം. വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ് റൈറ്റ്, എന്താണ് ഞാൻ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശരിയായി ചെയ്യേണ്ടത്. ഓക്കെ, 2 കാർഡ് വന്നിട്ടുണ്ട്, അതിരുന്നോട്ടെ. പിന്നെ അടുത്തത് കറന്റ് എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇനി യൂണിവേഴ്സിന്റെ അഡ്വൈസ്, എന്ത് ചെയ്യാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ട്. ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ശരിയായതായിരിക്കില്ല, നിങ്ങൾ ആരെങ്കിലും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരായിരിക്കാം, ബോസോ ആരെങ്കിലും ആയിരിക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ഇപ്പോഴത്തെ പാർട്ട്ണർ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. അടുത്ത് വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ് റൈറ്റ്, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പേജ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു അറിവ് സമ്പാദിക്കേണ്ട സമയമാണിപ്പോൾ. പിന്നെ ക്വീൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരേ ഐഡിയ തന്നെയാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അതുപോലെ പുതിയ കമ്മ്യൂണിക്കേഷൻ കൂടെയുള്ളവരായിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് നന്നായി ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. ക്വീൻ ഓഫ് സോഴ്സ് അതാ പറയുന്നത്, കുറച്ചുകൂടി ചിന്തിച്ച്, പ്രായോഗികമായി ചിന്തിച്ച്, ക്ലിയർ ആയൊരു വിഷൻ വേണം നിങ്ങൾക്ക്. എന്നാലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് എന്തായി തീരണം, ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ജോലിയാണെന്നുണ്ടെങ്കിലും എങ്ങനെ എനിക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ് വേണം. അതിന് നിങ്ങൾ വേണ്ട അറിവ് സമ്പാദിക്കണം. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു നെറ്റ്വർക്കിംഗ് നടത്തണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിന്റെ കറന്റ് എനർജിയാണ്. കറന്റ് എനർജി ഇതാണ് കാണുന്നത്. 5 ഓഫ് സോഴ്സ് ആണ് കാണുന്നത്. നിങ്ങൾ ആരോ ചീറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ സംശയം നിങ്ങൾക്കുണ്ട്. 5 ഓഫ് സോഴ്സ് അതാണ് പറയുക. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആരെങ്കിലും തോളിലിരുന്ന് ചെവി തിന്നുന്ന പോലെ നിങ്ങളെ പറ്റിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട്. ചീറ്റിംഗ് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഡീലുകൾ, കാര്യങ്ങൾ നിങ്ങൾ പുതിയ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. യൂണിവേഴ്സിന്റെ അഡ്വൈസ്. നിങ്ങൾക്ക് വേണ്ടാത്ത പല കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിന് നല്ലതല്ലാത്ത, നിങ്ങൾ ജോലി കരിയറിന് നല്ലതല്ലാത്ത കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കാം, ചില ബാധ്യതകൾ, അനാവശ്യമായ ചില ബാധ്യതകൾ, മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വേണ്ടാത്തത് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടാവും. അതെല്ലാം ഉപേക്ഷിച്ച് ആ ഭാരമൊക്കെ വിട്ടൊഴിഞ്ഞ് കളഞ്ഞ് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സിന്റെ അഡ്വൈസ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദ ഫൂൾ എന്ന് പറയുന്നത് ഒരു പുതിയ ബിഗിനിങ്, പുതിയ തുടക്കം നിങ്ങൾക്ക് വരും. കുറച്ച് റെക്ലെസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എന്നാൽ പോലും ഒരു പ്രോമിസ് ഉണ്ട്. ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്.